PSC ഈസി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ നെക്സ്റ്റ് സ്റ്റേജ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 1, 2, 3 ഘട്ടങ്ങളിൽ PSC ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. പരിസ്ഥിതി ദിനം ഇമ്പോർട്ടൻ്റ് ആണ്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ജൂൺ 5 അല്ലേ. അപ്പോൾ പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. 2022 സ്വീഡൻ ആയിരുന്നു, അതും ചോദിച്ചതാണ്. 2023 ഐവറി കോസ്റ്റ് ആണ്. ഐവറി കോസ്റ്റ്. ഇപ്പോൾ 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം സ്വീഡൻ. 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണെങ്കിൽ 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ഇനി നെക്സ്റ്റ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗത്ത് കൊറിയയാണ്, ദക്ഷിണ കൊറിയ. ഇപ്പോൾ 2022 സ്വീഡൻ, 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സ്ഥലം എവിടെയാണ്? ഐവറി കോസ്റ്റ്. 2024 സൗദി അറേബ്യയാണ്. 2025 ലോക പരിസ്ഥിതി ദിന ആഘോഷത്തിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? സൗത്ത് കൊറിയ. നെക്സ്റ്റ്, 2025 എന്ത് വർഷമായാണ് UN ആചരിക്കുന്നത്? UN ഓരോ വർഷവും ഓരോ ഇയറായിട്ട് ആചരിക്കുന്നുണ്ട് അല്ലേ. 2025 ഏത് വർഷമായിട്ടാണ് UN ആചരിക്കുന്നത് വെച്ചാൽ രാജ്യാന്തര സഹകരണ വർഷം. രാജ്യാന്തര സഹകരണ വർഷമായി ആചരിക്കുന്നുണ്ട്. അതുകൂടാതെ ഹിമാനികളുടെ സംരക്ഷണത്തിനായുള്ള വർഷമായും 2025 ആചരിക്കുന്നുണ്ട്. ഹിമാനി സംരക്ഷണത്തിനുള്ള വർഷം. പിന്നെ ക്വാണ്ടം സയൻസ് ഇയർ ആയിട്ടും ആചരിക്കുന്നുണ്ട് കേട്ടോ. ക്വാണ്ടം സയൻസ് ഇയർ. അപ്പോൾ 2025 എന്തൊക്കെ ആചരിക്കുന്നുണ്ട്? ഹിമാനി സംരക്ഷണത്തിനായുള്ള വർഷം, അതുപോലെ ക്വാണ്ടം സയൻസിൻ്റെ വർഷം, രാജ്യാന്തര സഹകരണ വർഷമൊക്കെ ഏതാണ്? 2025 ആണ്. 2024 ഏതായിരുന്നു? കാംലിഡ് അല്ലേ, കാംലിഡ് ഇയർ. 2024 ഒട്ടക വർഷം, രാജ്യാന്തര ഒട്ടക വർഷമായി ആചരിച്ചത് 2024 ആണ്. 2025 ഹിമാനി സംരക്ഷണത്തിനുള്ള വർഷം, ക്വാണ്ടം സയൻസ് ആയിട്ടുള്ള വർഷം, രാജ്യാന്തര സഹകരണ വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർമ്മത്തോണി പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർമ്മത്തോണി പദ്ധതി ഡിമെൻഷ്യ രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഓർമ്മത്തോണി പദ്ധതി. ഡിമെൻഷ്യ രോഗം, അതായത് ഒരു മറവി രോഗമാണ്, അത് ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓർമ്മത്തോണി. നമുക്കറിയാം സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓട്ടിസം അല്ലേ, അതും PSC ചോദിച്ചതാണ് കേട്ടോ. ഓരോ രോഗങ്ങൾക്കും ഓരോ പദ്ധതികളുണ്ട്. സ്പെക്ട്രം പദ്ധതി ഓട്ടിസം രോഗബാധിതർക്കുമായിട്ടുള്ള പദ്ധതിയാണ്. അതുപോലെ അശ്വമേധം പദ്ധതിയൊക്കെ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ളതാണ്. അശ്വമേധം, കുഷ്ഠം. സ്പർശം പദ്ധതിയും കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആശാധാര പദ്ധതിയുണ്ട്, അത് ഹീമോഫീലിയ ബാധിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആശാധാര പദ്ധതി ഹീമോഫീലിയ ബാധിതർക്കാണെങ്കിൽ നോട്ട് ചെയ്തോളൂ. പിന്നെ വിവ പദ്ധതിയുണ്ട്. വിവ അനീമിയ മുക്തമാക്കാനുള്ള പദ്ധതിയാണ് വിവ. പിന്നെ ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി, അതും PSC ചോദിച്ചതാണ്. അമൃതം ആരോഗ്യം എന്നുള്ളത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പോൾ ഓർമ്മത്തോണി പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിമെൻഷ്യ. സ്പെക്ട്രം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്ന ഓട്ടിസം. അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആശാധാര പദ്ധതി ഹീമോഫീലിയാണ്. അതുപോലെ വിവാ പദ്ധതി അനീമിയ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമൃതം ആരോഗ്യം എന്നുള്ളത് ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അമൃതം ആരോഗ്യം. നെക്സ്റ്റ്, 70ാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ. 70ാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടനാണ്. 70ാമത് നെഹ്റു ട്രോഫി ജേതാക്കളാണ് കാരിച്ചാൽ ചുണ്ടൻ. അപ്പോൾ 69 ആരായിരുന്നു? വിയാപുരം ചുണ്ടനാണ് കേട്ടോ. വിയാപുരം PBC എന്നറിയപ്പെടുന്ന വിയാപുരം ചുണ്ടനാണ് 69ാമത് നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞാൽ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇപ്പോൾ 70ാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടനാണ്. 69ാമത് ആരായിരുന്നു? വിയാപുരം ചുണ്ടൻ. അത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. വേദികൾ എത്രാമത്തതാണെന്ന് പഠിച്ചു വെക്കുക. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണെങ്കിൽ 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ഗോവ അല്ലേ. ഗോവയിൽ 37ാമത് നാഷണൽ ഗെയിംസ് നടന്നു. 38ാമത് നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിലാണ്. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ.
2025 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് ബ്രിക്സ് ഉച്ചകോടി. ബ്രിക്സ് 2024 ഉച്ചകോടി വേദി ഒന്നാം ഘട്ട എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി കസാനാണ്, റഷ്യയിലെ കസാൻ. ഇപ്പൊ 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലാണ്, ബ്രസീലിലെ റിയോ ഡി ജനീറ. അതുപോലെ 2025 ക്വാഡ് ഉച്ചകോടി വേദി ഇന്ത്യയാണെന്ന് പറഞ്ഞു. 2025 ലോക കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നതും ബ്രസീലാണ്. കാലാവസ്ഥ ഉച്ചകോടി, നേരത്തെ പരിസ്ഥിതി ദിനത്തെ ആതിഥ്യം വഹിക്കുന്ന രാജ്യം പറഞ്ഞു 2025 സൗത്ത് കൊറിയ അല്ലെ, ദക്ഷിണ കൊറിയ ആണെങ്കിൽ 2025 ലോക കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്, ബ്രസീൽ. നെക്സ്റ്റ്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ഹോപ്പ് എന്നാണ്. HOPE, ഹോപ്പ് എന്നുള്ള ആത്മകഥ എഴുതിയതാരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഓരോ ആത്മകഥകളും അല്ലെങ്കിൽ ഓരോ പുസ്തകങ്ങൾ അതിൻ്റെ രചയിതാക്കൾ ചോദിക്കാറുണ്ട് അല്ലേ. റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം രചിച്ചതാരാണ്? അഖിൽ പി ധർമ്മജൻ. അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകങ്ങളെ പറയുന്നത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം രചിച്ചത് അഖിൽ പി ധർമ്മജനാണ്. മരിയ വെറും മരിയ എന്ന പുസ്തകം രചിച്ചത് സന്ധ്യ മേരിയാണ്. മരിയ വെറും മരിയ, സന്ധ്യ മേരി. പിന്നെ എ പാഷൻ ഫോർ ഡാൻസ് ആരുടേതാണ്? യാമിനി കൃഷ്ണമൂർത്തിയുടേതാണ്. അവരടുത്തിടെ അന്തരിച്ചതുകൊണ്ട് പിന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പാഷൻ ഫോർ ഡാൻസ് എന്നുള്ളത് യാമിനി കൃഷ്ണമൂർത്തി. ജീവിത രസങ്ങൾ, അതും PSC ചോദിച്ചതാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ, കഥകളി ആചാര്യനായ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് ജീവിത രസങ്ങൾ കേട്ടോ. ജീവിത രസങ്ങൾ, ചേമഞ്ചേരി കുഞ്ഞിരാമൻ. രേഖകൾ എന്ന ആത്മകഥ എഴുതിയത് ആർട്ടിസ്റ്റ് നമ്പൂതിരി. രേഖകൾ എന്ന ആത്മകഥ ആരുടേതാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരി. ഇപ്പോൾ ഹോപ്പ് എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം രചിച്ചത് അഖിൽ പി ധർമ്മജനാണ്. മരിയ വെറും മരിയ എന്ന പുസ്തകം രചിച്ചത് സന്ധ്യ മേരി. എ പാഷൻ ഫോർ ഡാൻസ് യാമിനി കൃഷ്ണമൂർത്തിയുടേതാണ്. എന്നാൽ ജീവിത രസങ്ങൾ എന്ന ആത്മകഥ രചിച്ചത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. രേഖകൾ എന്ന ആത്മകഥ എഴുതിയത് ആർട്ടിസ്റ്റ് നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടേതാണ് രേഖകൾ എന്ന ആത്മകഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 48ാമത് വയലാർ അവാർഡ് ജേതാവ്. 48, 2024 48ാമത് എന്ന് ഓർമ്മിക്കുക. വയലാർ അവാർഡ് ആർക്കാണ്? അശോകൻ ചരുവിലിന് അല്ലെ. കാട്ടൂർ കടവ് എന്ന നോവലിന് അശോകൻ ചരുവിലിനാണ് 48ാമത് വയലാർ അവാർഡ്. അപ്പം 47 ആരായിരിക്കും? ശ്രീകുമാരൻ തമ്പി. 2023 47ാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക്. അപ്പം 48ാമത് വയലാർ അവാർഡ് അശോകൻ ചരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണെങ്കിൽ 47ാമത് 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്, ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി. വയലാർ അവാർഡ് പോലെ തന്നെ എഴുത്തച്ഛൻ അവാർഡും പഠിച്ചോളൂ. 2024 NS മാധവനാണ്. 2024 NS മാധവൻ. 2023 എഴുത്തച്ഛൻ അവാർഡ് വിന്നർ പ്രൊഫസർ SK വസന്തനാണ്. ഓടക്കുഴലും ചോദിക്കാറുണ്ട്. 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് K അരവിന്ദാക്ഷനാണ്, ഗോപ എന്ന കൃതിക്ക്. K അരവിന്ദാക്ഷൻ 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവാണെങ്കിൽ ആ ഗോപ എന്ന് പറഞ്ഞ നോവൽ, ആ നോവലിൻ്റെ പേരുമായിട്ട് കണക്റ്റ് ആക്കുന്നതാണ് 2023 അവാർഡ് ജേതാവ്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കൃതി കേട്ടോ. കവിത മാംസഭോജിയാണ്. ഇപ്പോൾ 2023 ഓടക്കുഴൽ PN ഗോപികൃഷ്ണൻ. 2024 ഓടക്കുഴൽ K അരവിന്ദാക്ഷൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം പ്രൊഫസർ വസന്തനാണെങ്കിൽ 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. അതുപോലെ 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി. 2024 വയലാർ അവാർഡ് അശോകൻ ചരുവിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ വേദി. 78ാമത് ഫുട്ബോളിൻ്റെ വേദി എവിടെയാണ്? സന്തോഷ് ട്രോഫി ഹൈദരാബാദ് കേട്ടോ. ഹൈദരാബാദിൽ വെച്ചാണ് 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ നടന്നത്. അതായത് 2024, 25 വർഷങ്ങളിലായിട്ടാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ 78ാമത് നടന്നത്. അതിൻ്റെ വിന്നർ വെസ്റ്റ് ബംഗാളാണ്. പശ്ചിമ ബംഗാൾ തോൽപ്പിച്ചത് കേരളത്തെയാണ് കേട്ടോ. റണ്ണറപ്പ് ആരാണ്? കേരളം. അപ്പോൾ 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൻ്റെ വിന്നർ വെസ്റ്റ് ബംഗാൾ, വേദി ഹൈദരാബാദ്. അപ്പോൾ 77ാമത് വേദി എവിടെയാണ്? 77ാമത് സന്തോഷ് ട്രോഫി വേദി അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ്. ഇപ്പോൾ 2024 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ വെസ്റ്റ് ബംഗാളാണ്. കേരളത്തെ തോൽപ്പിച്ചു. കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ വിന്നറായി? കേരളം ഇതുവരെ എത്ര തവണ സന്തോഷ് ട്രോഫി ജേതാക്കളായും ചോദിച്ചാൽ 7 തവണയാണ് കേരളം സന്തോഷ് ട്രോഫി കിരീടം നേടിയത് കേട്ടോ. 7 തവണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കേരളത്തിന്റെ നിലവിലെ ഗവർണർ, കേരള ഗവർണർ മാറിയ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ബീഹാറിലെ ഗവർണറായി ചുമതലയേറ്റതോടെ കേരളത്തിന്റെ പുതിയ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിന്റെ പുതിയ ഗവർണർ. അപ്പോൾ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ബീഹാറിലെ ഗവർണറാണ് ആര്? ആരിഫ് മുഹമ്മദ് ഖാൻ. അതുപോലെ കേരളത്തിന്റെ പുതിയ നിയമനങ്ങളായിട്ട് പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ 2-3 പേര് മാത്രം പറയാം. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദാ മുരളീധരനാണ്. ശാരദാ മുരളീധരൻ. കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുൻ ചീഫ് സെക്രട്ടറിയായ വി വേണുവിൻ്റെ ഭാര്യയാണ് അല്ലേ. അപ്പോൾ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, നിതിൻ മധുകർ ജംദാർ. നിതിൻ മധുകർ ജംദാർ ആണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഇത്രയും പഠിച്ചു നോക്കുക. നെക്സ്റ്റ്, കേരളത്തിന്റെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു ആണ്. OR കേളു ആണ് കേരളത്തിന്റെ പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. OR കേളു. കൃഷി വകുപ്പ് ആരാണ്? പ്രസാദ് അല്ലെ. കേരളം മന്ത്രിമാരെ ഇതിൽ 3-ാം ഘട്ടത്തിന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ കായിക വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു? അബ്ദുറഹ്മാൻ. കേരളത്തിൽ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അബ്ദുറഹ്മാനും ചോദിച്ചു. വൈദ്യുത മന്ത്രി അതും ചോദിച്ചു, കൃഷ്ണൻകുട്ടി അല്ലെ. വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി. വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അപ്പോൾ അടുത്ത എക്സാമിന് എല്ലാ മന്ത്രിമാരെയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ വിദ്യാഭ്യാസം ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി. വനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശശീന്ദ്രൻ. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണെങ്കിൽ കേരളത്തിൽ മ്യൂസിയം ആർക്കിയോളജി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണ്. MB രാജേഷ്. ധനകാര്യം ബാലഗോപാൽ. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ജസ്റ്റ് ഒന്ന് കേട്ടുപോവുക. ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ്. കായികം അബ്ദുറഹ്മാൻ പറഞ്ഞു. പിന്നെ തുറമുഖ വകുപ്പ് മന്ത്രി, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, VN വാസവനാണ്. തുറമുഖം VN വാസവൻ. റോഡ് ജലഗതാഗതം ഗണേഷ് കുമാർ ആണ്. റോഡ് ജലഗതാഗതം ഗണേഷ് കുമാർ. പിന്നെ കൃഷി മന്ത്രി പ്രസാദ് പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന K രാജനാണ്. ജലഗതാഗതം ഗണേഷ് കുമാർ ആണെങ്കിൽ ജലവിഭവം റോഷി അഗസ്റ്റിൻ കേട്ടോ. വൈദ്യുതി കൃഷ്ണൻകുട്ടി പറഞ്ഞു. ശശീന്ദ്രൻ വനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മ്യൂസിയം ആർക്കിയോളജി ഒക്കെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. റോഡ് ജലഗതാഗതം KB ഗണേഷ് കുമാർ. കായിക വകുപ്പ് അബ്ദുറഹ്മാൻ. ഭക്ഷ്യവകുപ്പ് GR അനിലാണെങ്കിൽ ധനകാര്യം ബാലഗോപാൽ. ഉന്നത വിദ്യാഭ്യാസം R ബിന്ദു ആണ്. മൃഗസംരക്ഷണം ചിഞ്ചു റാണി. MB രാജേഷ് ആണ്. തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് ടൂറിസം ഒക്കെ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. കൃഷി വകുപ്പ് P പ്രസാദ്. പിന്നോക്കക്ഷേമം രാധാകൃഷ്ണൻ. നിയമം വ്യവസായമൊക്കെ രാജീവാണ്. അതുപോലെ തുറമുഖം വാസവൻ. പൊതുവിദ്യാഭ്യാസം തൊഴിലൊക്കെ ശിവൻകുട്ടി. വീണ ജോർജ്. ആരോഗ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവ്. കേരള ജ്യോതി പുരസ്കാരം 2024 MK സാനു ആണ് കേട്ടോ. MK സാനു. 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയത് T പത്മനാഭൻ. 2024 കേരള ജ്യോതി പുരസ്കാരം MK സാനു. 2023 ആരായിരുന്നു? T പത്മനാഭനാണ്. 2022 MT വാസുദേവൻ നായർ. അദ്ദേഹം അന്തരിച്ച ഡേറ്റ് നോട്ട് ചെയ്തോളൂ. 2024 ഡിസംബർ 25 അന്തരിച്ചു അല്ലേ. ജ്ഞാനപീഠം ലഭിച്ച വർഷമല്ല 1995. അതെല്ലാം പഠിച്ചോളൂ. 2022 MT വാസുദേവൻ നായരാണ് കേരള ജ്യോതി പുരസ്കാരം. 2023 കേരള ജ്യോതി പുരസ്കാരം T പത്മനാഭൻ. 2024 കേരള ജ്യോതി പുരസ്കാരം MK സാനു. നെക്സ്റ്റ്, തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനം. തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടുതൽ നൽകുന്നത് ഹരിയാനയാണ്. ഹരിയാന 374 രൂപയാണ് ഹരിയാന ഗവൺമെൻറ് നൽകുന്നത് കേട്ടോ. തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനം ഹരിയാന 374 രൂപ. ഏറ്റവും കുറവ് നൽകുന്നത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശും നാഗാലാൻഡും 234 രൂപയാണ് നൽകുന്നത്. കേരളത്തിൻ്റെത് എത്രയാണെന്ന് ചോദിച്ചാൽ 346 രൂപയാണ്. തൊഴിലുറപ്പ് വേതനം കേരളം നൽകുന്നത് 346 രൂപ ഒരു ദിവസം. 13 രൂപയാണ് കൂട്ടിയത് കേട്ടോ. ആദ്യം 333 രൂപയായിരുന്നു, പിന്നീട് ഇപ്പോൾ 346 രൂപയാക്കി. കേരളം 13 രൂപ കൂട്ടി. തൊഴിലുറപ്പ് വേതനത്തിൻ്റെ കേരളത്തിൻ്റെത് എത്രയാണ്? 346. നെക്സ്റ്റ്, കേരള സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പദ്ധതി ശലഭം. ശലഭം എന്നുള്ളതാണ് കേരള സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശു പരിചരണത്തിൻ്റെ പിന്നെ വൈകല്യമൊക്കെ കണ്ടെത്താനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ശലഭം. അടുത്തത് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ. 63ാമത്
63-ാമത് തൃശ്ശൂരാണ്. സെക്കൻഡ് പാലക്കാട്, തേർഡ് കണ്ണൂർ അല്ലെ. 63-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 63-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ തൃശ്ശൂർ. അപ്പോൾ 62-ാമത് 2023 62-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ്? കണ്ണൂർ. ഇപ്പോൾ 2024 63-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ തൃശ്ശൂർ. 2023-24 വർഷത്തത് കണ്ണൂരായിരുന്നു. വേദി കൊല്ലം. 62-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം, നേടിയത് ജേതാക്കളായത് കണ്ണൂർ. 63-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം, ജേതാക്കളായത് തൃശ്ശൂർ. ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻസിലൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്